നെയ്യാറ്റിൻകര ഗോവിൻ സ്വാമിയെ പോലെ വിവാദ നായകനും സ്വയം പ്രഖ്യാപിത ആൾദൈവമായ നിത്യാനന്ദയും സമാധിയായോ? നിത്യാനന്ദ മരിച്ചെന്ന അഭ്യൂഹം എത്തുകയാണ്. നിത്യാനന്ദയുടെ അനുയായിയും സഹോദരിയുടെ മകനുമായ സുന്ദരേശനാണ് മരണവിവരം അറിയിച്ചത്. നിത്യാനന്ദയുടെ അനുയായികളുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലായിരുന്നു വെളിപ്പെടുത്തൽ. സനാതനധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി പോരാടിയ സ്വാമി ജീവത്യാഗം ചെയ്തെന്നാണ് സുന്ദരേശ്വരൻ അനുയായികളെ അറിയിച്ചത്. എന്നാൽ നിത്യാനന്ദ മരിച്ചെന്ന വാർത്തകൾ മറ്റ് കേന്ദ്രങ്ങൾ തള്ളി. മരണവാർത്ത ഏപ്രിൽ ഫൂൾ എന്ന അർത്ഥത്തിൽ പങ്കുവച്ചതാണോ എന്നും സംശയമുണ്ട്. ഏതായാലും നിത്യാനന്ദ തന്നെ വന്ന സമാധിയിൽ വ്യക്തത വരുത്തേണ്ടി വരും. നേരത്തെയും നിരവധി തമിഴ് ദേശീയ മാധ്യമങ്ങൾ നിത്യാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലാണ് നിത്യാനന്ദയുടെ ജനനം. ആത്മീയതയിലൂടെ അദ്ദേഹം പ്രശസ്തിയിലേക്ക് ഉയരുകയായിരുന്നു. തനിക്ക് ദിവ്യമായ കഴിവുകളുണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അദ്ദേഹം വലിയ തോതിൽ ഭക്തരെ ആകർഷിച്ചിരുന്നു. ഇന്ത്യയിലും വിദേശത്തുമായി ഒന്നിലധികം ആശ്രമങ്ങളും കെട്ടിപ്പടുത്തു. ഇതിനിടയിലാണ് 2010 സിനിമാ നടിക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ അശ്ലീല വീഡിയോ പുറത്തു വന്നത്. ബലാത്സംഗ ലൈംഗിക പീഡന കുറ്റങ്ങളും വന്നു. 3 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന ദമ്പതികളുടെ പരാതിക്ക് പിന്നാലെ നിത്യാനന്ദ ഇന്ത്യ വിടുകയായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിന് സമീപത്തുള്ള ദ്വീപുകളിലൊന്ന് വാങ്ങി കൈലാസ എന്ന പേരിൽ രാജ്യമുണ്ടാക്കി ജീവിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. കൈലാസയ്ക്ക് സ്വന്തമായി പാസ്പോർട്ട് വരെ ഉണ്ടായിരുന്നെന്നാണ് പ്രചരണം. ലോകത്തിലെ തന്നെ ഏക പരമാധികാര ഹിന്ദു രാഷ്ട്രമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് പാസ്പോർട്ടിന് പുറമെ പൗരത്വം, കറൻസി തുടങ്ങിയവ നിത്യാനന്ദ പ്രഖ്യാപിച്ചത്. എന്നാൽ കൈലാസം ഒരു വ്യാജ രാജ്യമാണെന്നും തട്ടിപ്പാണെന്നും അഭിപ്രായപ്പെട്ടവരും പലരുണ്ടായിരുന്നു. പലതവണ ഓൺലൈൻ മുഖേന ആത്മീയ പ്രഭാഷണങ്ങൾ നിത്യാനന്ദ നടത്തിയിരുന്നു. നിത്യാനന്ദ മരിച്ചെന്ന് 2022 അഭ്യൂഹം പ്രചരിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന താൻ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്ന് അറിയിച്ച് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി വീഡിയോ പ്രഭാഷണങ്ങൾ പുറത്തു വരുന്നില്ലായിരുന്നു.